കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടന്നുവെന്ന് പരാതി. കല്യാശ്ശേരിയിൽ മുതിർന്നവർക്കായുള്ള വോട്ട് CPM ബ്രാഞ്ച് സെക്രട്ടറി നേരിട്ട് രേഖപ്പെടുത്തിയെന്നാണ് പരാതി. 92 വയസ്സുള്ള ദേവകിയുടെ വോട്ട് CPM ബ്രാഞ്ച് സെക്രട്ടറി ഗണേശൻ രേഖപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ഫെലിക്സ് ആണ് വിവരങ്ങളുമായി. ഫെലിക്സ്, അത്യന്തം ഗുരുതരമായ തിരഞ്ഞെടുപ്പ് ക്രമക്കേട് നടന്നു എന്ന് വ്യക്തമാക്കുന്നതാണോ ഈ CCTV ദൃശ്യങ്ങൾ? അത് വ്യക്തമായ സാഹചര്യത്തിലാണോ പോളിംഗ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്? രതീഷ്, നമുക്കറിയാം വീട്ടിലെത്തി പ്രായമായവർക്ക് ഇപ്പോൾ വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ കല്യാശ്ശേരിയിലാണ് 164-ാമത്തെ ബൂത്തിൽ ദേവി എന്ന ഒരു 92 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് ഇങ്ങനെ വോട്ടിനായി എത്തിയപ്പോഴാണ് അവിടെ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ ഗണേശൻ എന്നയാൾ ഈ സ്ത്രീയുടെ പക്കൽ നിന്നും പേന വാങ്ങി ഇത്തരത്തിൽ ടിക്കിടുകയാണ് ചെയ്തത്, മാർക്കിടുകയാണ് ചെയ്തത്. അങ്ങനെ മാർക്കിട്ടത് അതിന് CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരാതി ഉയർന്നതിന് തൊട്ടു പിന്നാലെ ഇത് സംബന്ധിച്ച അന്വേഷണം വരണാധികാരി കൂടിയ കണ്ണൂർ ജില്ലാ കളക്ടർ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. 4 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ, 4 പോളിംഗ് ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ പോലീസിലടക്കം പരാതി നൽകും. ഇത് ജനപ്രാതിനിധ്യ നിയമത്തിലെ ലംഘനം മാത്രമല്ല, ക്രിമിനൽ ചട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഒരു നിയമവിരുദ്ധമായൊരു പ്രവർത്തനമാണ്. അതുകൊണ്ട് കണ്ണപുരം പോലീസിലടക്കം പരാതി നൽകിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുമെന്നതാണ് ആരോപണം. ഏതായാലും CPM-ഉം കോൺഗ്രസും ഇത് BJP-യും കോൺഗ്രസും വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നു. പ്രത്യേകിച്ചും ഒരു വോട്ട് ഇത്തരത്തിൽ CPM-ന്റെ നേതാവ് വന്ന് ഒരാൾക്ക് വേണ്ടി വോട്ട് ചെയ്തു കൊടുക്കുന്നു, അത് വലിയ രീതിയിലുള്ള അട്ടിമറി നടത്തുന്നു, അത് വ്യാപകമായി നടത്തുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ മറ്റു പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ശരി, കള്ളവോട്ട് ആരോപണം അത് മിക്ക തിരഞ്ഞെടുപ്പുകളിലും ഉയർന്നു വരുന്നതാണ്. അതിനിടയിലാണ് ഇപ്പോൾ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി തന്നെ മുതിർന്ന പൗരയുടെ വോട്ട് രേഖപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കുന്നു. ഫെലിക്സ് ആണ് ആ വിവരങ്ങൾ നൽകിയത്.